മധ്യമ പാണ്ഡവനായിരുന്നു അർജുനൻ. വില്ലാളി വീരൻ. യുദ്ധതന്ത്രങ്ങളിൽ അർജുനെ ജയിക്കാൻ ആർക്കും സാധിക്കുമായിരുന്നില്ല. ഒരേ സമയം ഒരുപാട് സ്ഥലത്ത് നിന്ന് ആക്രമണം ഉണ്ടായാൽ അതെങ്ങനെ ഫേസ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. കമോൺ, പൊസിഷൻ. നമ്മുടെ കോൺസെൻട്രേഷൻ ഒരു കാരണവശാലും കളയരുത്. ശത്രു മനഃപൂർവ്വം നമ്മുടെ ശ്രദ്ധ തെറ്റിക്കും. കമോൺ, അറ്റാക്ക് 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 അറ്റാക്ക്. ഹലോ. സ്ഥിരം പറ്റാറുള്ളതൊക്കെ പറ്റി. കോൺസെൻട്രേഷൻ തെറ്റിയാൽ ഇതാ ഫലം. പഠിച്ചോ? ഓ, താൻ എന്റെ മോനെ എന്താ ചെയ്തേ? ഇത്തിരി ഇല്ലാത്ത ഈ കുഞ്ഞിന്റെ കൈ പിടിച്ചൊടിച്ചിട്ട് നോക്ക്. അത് പിന്നെ നിങ്ങളുടെ കുഞ്ഞ് എന്നെ വെല്ലുവിളിച്ചു, ഞാൻ ഫൈറ്റ് ചെയ്തു. എന്റെ കൊച്ചിന് ആശുപത്രി ചെലവായ കാശും നഷ്ടപരിഹാരം താൻ തരണം. അല്ലെങ്കിൽ നിങ്ങൾ ഇതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണം മാഡം. എടുക്കാടാ. ഞാൻ ചെമ്മണ്ട കോളനിയിലെയാ. മര്യാദക്ക് കാശ് തന്നില്ലെങ്കിലേ എന്റെ പിള്ളേരിങ്ങോട്ട് വരും. വെറുത്തുണ്ടോടാ? വേണ്ട 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 വേണ്ട, കാശ് തരാം, കാശ് തരാം. നാളെ രാവിലെ കോവിലകത്തെ കുഞ്ചിയമ്മയുടെ വീട്ടിലേക്ക് വന്നാ മതി. ഓക്കെ. അടുത്തത് നകുലൻ. സകല കഴിവുകൾക്കും പുറമെ സൗന്ദര്യമായിരുന്നു നകുലന്റെ കൈമുതൽ. സൗന്ദര്യ സംരക്ഷണം തന്നെയായിരുന്നു നകുലന്റെ വിനോദവും. കുട്ടി, ചർമ്മകാന്തി മുഖത്തു പുരട്ടുന്ന ക്രീമുകൾ കൊണ്ട് മാത്രം ഉണ്ടാവില്ല. ഭക്ഷണ പദാർത്ഥങ്ങൾ, വെള്ളം, വായു എന്നിവയിലെ നല്ല ഘടകങ്ങളും അതിന് അത്യാവശ്യമാണ്. അതിനെക്കുറിച്ച് ഞാനൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്, നകുൽസ് ഫോർമുല ഫോർ ബ്യൂട്ടി. കുട്ടിക്ക് ഞാനൊരു കോപ്പി തരാം. വെറും 200 രൂപയല്ലേ ഉള്ളൂ. കുട്ടിക്ക് നല്ല ഫേസ് ആണ് കേട്ടോ. നകുൽസ് ബ്യൂട്ടി പാർലറിൽ എത്തിയ കുട്ടിയുടെ ഭാഗ്യം. എടോ, എന്റെ മുഖം കണ്ടോ? താൻ ഫേഷ്യൽ ചെയ്തതാ. താൻ എന്റെ മുടി കണ്ടോ? ഇങ്ങനെയാണോ സ്ട്രൈറ്റൻ ചെയ്യുന്നത്? ഒരു ചുക്കും അറിയാതെ. പ്ലീസ്, നിങ്ങൾ ഇരിക്കൂ. താൻ ഞങ്ങൾ ഇരുത്തണ്ട. സ്ട്രൈറ്റൻ ചെയ്തിരിക്കുന്നു. മര്യാദയ്ക്ക് ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തന്നോ, ഇല്ലെങ്കിൽ ഞങ്ങൾ കേസ് കൊടുക്കും. ഇവിടെ വന്നപ്പോ താൻ ഞങ്ങളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു പറയും. അത് വേണോടോ? വേണ്ട പെങ്ങളെ, വേണ്ട. ഞാൻ നഷ്ടപരിഹാരം തരാം. നാളെ കോവിലകത്തെ കുഞ്ചിയമ്മയുടെ വീട്ടിൽ വന്നാ മതി. ശാസ്ത്രകാര്യങ്ങളിൽ അതിനിപുണനായിരുന്നു സഹദേവൻ. ബുദ്ധി കൊണ്ടുള്ള പരീക്ഷണങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ശരിക്കും പറഞ്ഞാൽ ഒരു ശാസ്ത്രജ്ഞൻ തന്നെ. ഇൻഫർമേഷൻ ടെക്നോളജിയിൽ വിപ്ലവം ഉണ്ടാക്കാന്ന് പറഞ്ഞ് ഞങ്ങളെ വലിപ്പിച്ചതാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്യണം, എന്നിട്ട് ഘട്ടം ഘട്ടമായി പണം പിരിക്കണം. പിരിക്കാൻ ചെന്നപ്പോഴേ ഘട്ടം ഘട്ടമായി അവർ പങ്കായത്തിനാ തല്ലിയത്. എന്റെ പൊന്നു ചേട്ടന്മാരെ, അടിസ്ഥാന വർഗത്തിന് ശാസ്ത്രബോധം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചത് തെറ്റാണോ? മിണ്ടരുത് നീ. ഞങ്ങൾക്കുണ്ടായ നഷ്ടം നികത്തിയില്ലെങ്കിലേ നീ ഈ ഭൂമിയിലുണ്ടാവില്ല. തരാം, നഷ്ടം തരാം. നാളെ കോവിലകത്ത് കുഞ്ചിയമ്മയുടെ വീട്ടിലേക്ക് വന്നാ മതി. നിങ്ങളുടെ ഒക്കെ നഷ്ടം തീർത്തു തന്നേക്കാം. സത്യമാണോ? സത്യമായിട്ടും. ആ ടീച്ചറെ, അച്ഛൻ പറഞ്ഞു ടീച്ചറിന്റെ മക്കള് പഞ്ചപാണ്ഡവന്മാരാണെന്ന്. അത് ശരിയാ? ടീച്ചറിന്റെ പേര് കുഞ്ചിയമ്മ എന്നല്ലേ? പാണ്ഡവരുടെ അമ്മ കുന്തിയല്ലേ? കുന്തിക്കും 5 മക്കള്, കുഞ്ചിയമ്മയ്ക്കും 5 മക്കള്. കുഞ്ചിയമ്മയ്ക്ക് 5 മക്കളാണ്, അഞ്ചവൻ പഞ്ചാര കുഞ്ചുവാണ്. കുഞ്ചിയമ്മയ്ക്ക് 5 മക്കളാണ്. ടീച്ചർ, മക്കള് വന്നിട്ടുണ്ട്. ഞാൻ വരാം.
പഞ്ചപാണ്ഡവന്മാരെ കുറിച്ചുള്ള രസകരമായ കഥകൾ ഇനി അടുത്ത ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞു തരാം കേട്ടോ.